അഭിഭാഷകനായ മകൻ മാതാപിതാക്കളെ ആക്രമിക്കുകയും ഇതിൽ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത ദാരുണ സംഭവം നാടിനെ ഞെട്ടിച്ചു. കായംകുളം പുല്ലുകുളങ്ങര കളരിക്കലിലായിരുന്നു അവിശ്വസനീയമെന്ന് കരുതാവുന്ന സംഭവം നടന്നത്. ആക്രമണത്തിൽ മാതാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത മകനെ റിമാൻഡ് ചെയ്തു. അഭിഭാഷകനായ മകൻ മാതാപിതാക്കളെ ആക്രമിക്കുകയും ഇതിൽ പിതാവ് വെട്ടേറ്റ് ദാരുണമായി മരണമടയുകയും ചെയ്ത സംഭവം നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അഭിഭാഷകനായ മകൻ ക്രൂരകൃത്യം കാട്ടിയത്. കായംകുളം കണ്ടല്ലൂർ തെക്ക് പീടികച്ചിറയിൽ നവജിത്താണ് പിതാവ് നടരാജനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച രാത്രി 9:30 സംഭവമുണ്ടായത്. നവജിത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് സിന്ധുവിനെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളുമായി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക സൂചന. സംഭവസ്ഥലത്ത് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് വിദഗ്ധർ എന്നിവരും പരിശോധനയ്ക്കായി എത്തി. മാതാപിതാക്കളെ ആക്രമിച്ച ശേഷം നവജിത്ത് വെട്ടുകത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ നവജിത്ത് രക്തം പുരണ്ട കത്തിയുമായി വീടിന്റെ മുകളിലത്തെ നിലയിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നതായാണ് കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. രക്തം വാർന്നു കിടന്ന നടരാജനെയും സിന്ധുവിനെയും ഉടൻ തന്നെ നാട്ടുകാർ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർന്നാണ് മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇരുവരെയും കൊണ്ടുപോയത്. എന്നാൽ നടരാജന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചോരപുരണ്ട കത്തിയുമായി ഭീഷണി മുഴക്കി നിന്ന നവജിത്തിനെ പോലീസ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കീഴടക്കിയത്. കൊലപാതകം നടക്കുമ്പോൾ നവജിത്തിന്റെ മറ്റ് സഹോദരങ്ങളായ നിതിൻ രാജ്, നിധിമോൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നില്ല എന്നും കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന്റെ പിന്നിലെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. നവജിത്ത് ലഹരി ഉപയോഗിക്കുന്ന ശീലമുള്ള ആളാണെന്നും സൂചനയുണ്ട്. മാതാപിതാക്കൾ ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നു. രാത്രി ഒരു 9 ആകുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത്. ഇതുപോലെ നടരാജനെയും വൈഫിനെയും വെട്ടി റൂമിനകത്ത് ഇട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വരണം, മെമ്പർ വന്ന് എന്തുവാന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം ചെയ്യണമെന്നുള്ള രീതിയിലാണ് എന്നോട് പറയുന്നത്. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന സമയത്തെന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ടിലെങ്ങും ആരെയും കാണാനൊന്നുമില്ല. എന്തോ ഇങ്ങനൊരു സംഭവം നടന്ന വീടാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോഴാണ് അവിടെ ആൾക്കാർ കൂടി എന്നുകൊണ്ട് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വന്നെങ്കിൽ തന്നെയും ഡോറ് തുറക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു. ഡോറ് തുറക്കെന്ന് പറയുന്ന 2 ഡെമ്മി അവിടെ കിടപ്പുണ്ട്, 2 ഡെമ്മി അവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞ് തെക്കുവടക്ക് നടക്കുന്ന അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോലീസ് വന്ന് ഡോറ് തല്ലി പൊട്ടിച്ചാണ് അകത്ത് കയറി. ആ സമയത്ത് അവൻ സ്റ്റെയർ കേസുകളുടെ മേളിൽ പോകുന്നത്. ഈ ഇറക്കിക്കൊണ്ട് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബോഡി ഈ വ്യക്തികളുടെ ആ ശരീരം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലഡിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത് ആ ഹോസ്പിറ്റലിലാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ കൈയും കണ്ണും എല്ലാം ഒരു കണ്ണൊക്കെ പോയിരിക്കുമായിരുന്നു. അത്രയ്ക്ക് വികൃതമായ രീതിയിലാണ് ഈ പയ്യൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ചെയ്തെന്നുള്ള ഒരു കാര്യം ആർക്കും അറിയില്ല. കാരണം മറ്റ് പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും ഈ അയലത്തുകാർക്കൊന്നും അറിയത്തില്ല. അവർ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ടീമാണ്. ആ പിള്ളേർ പുറത്തോട്ട് ആരുമായിട്ടും വലിയ സഹകരണം ഇല്ലാത്ത ടീമാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷമേ ആയുള്ളൂ. പെങ്കൊച്ചു ഗർഭിണിയാണ്. അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നുള്ള ഒരു അറിവ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്തോ പ്രശ്നം നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ലഹരിക്ക് അടിമയാണോ എന്നുള്ളത് ചെറുപ്പക്കാർ പിള്ളേർ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികൾക്ക് ഇങ്ങനൊരു സംഭവം അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീടുമായിട്ട് ഒതുങ്ങി കിടന്ന പിള്ളേരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ആർക്കും അറിയത്തില്ല. പിന്നെ അവരുടെ ഗ്യാങ്ങിൽ കെട്ട ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് അറിയാമായിരിക്കും. CDNet ന്യൂസ് കായംകുളം.